എൻ്റെ പേര് അശോകൻ പൂനപ്ര. അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ് സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഗാർഡൻ ടൂൾസുകൾ, നാളേരും പൊളിക്കുന്ന ഐറ്റം. അച്ഛനായിട്ടുള്ളതായിരുന്നു. അവിടുന്ന് പിന്നെ അതിൽ നിന്നാണ് ഞാൻ വരുന്നത്. അച്ഛനാണ് ആദ്യം തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ നടത്തി പോകുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് 25 വർഷമായി. അച്ഛൻ ടൗണിലാണ് നടത്തി പോകുന്നത്. അവിടുന്ന് ഞാനും ഇവിടേക്ക് വന്നതാണ്. ഇപ്പോൾ നമ്മൾ ദേവി ഇംപ്ലിമെൻറ്റ്സ് എന്ന പേര്. പിന്നെ അങ്ങേപ്പുറത്ത് സീക്കോ ടൂൾസ്, അങ്ങനെ 2 ഐറ്റം ഉണ്ട്. സീക്കോ ടൂൾസിൽ ഗാർഡൻ ടൂൾസുകൾ ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ മമ്മട്ടി പിക്കാസ്, പിന്നെ വെട്ടെത്തി മടാൾ, അത് നമ്മൾ കോൺക്രീറ്റ് വർക്കിനോട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ഹാമറുകൾ, പിന്നെ തൊട്ടിൽ പറയും കുട്ടികളതിനെ ഇതാക്കാനുള്ള സാധനം. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. 40-45 ഐറ്റംസ് ഉണ്ട്. ചരവ അങ്ങനെയുള്ള 5-6 ഐറ്റം ഉണ്ട്. പിന്നെ ഓടകളിൽ ക്ലീൻ ചെയ്യാനുള്ള മുള്ള്, മാന്തി അങ്ങനെയുള്ള ഐറ്റം ഉണ്ട്. ഗാർഡനിലേക്ക് ആവശ്യമുള്ള മാന്തികളുണ്ട്, കൊത്തികളുണ്ട്, ചെറിയ ഗാർഡൻ പിക്കാസുകളുണ്ട്. നമ്മൾ കേരളം ഫുള്ളായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. തമിഴ്നാട് കുറച്ച് ഭാഗങ്ങളുണ്ട്, കർണാടക കുറച്ച് സ്ഥലമുണ്ട്. എംപ്ലോയീസ് എല്ലാവരും കറക്റ്റാണ്. നമ്മൾ കുറച്ച് സ്ത്രീകൾ കുറച്ച് ആളുണ്ട്. ഹെൽപ്പർമാരൊക്കെ സ്ത്രീകളാണ്. അവർ നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സപ്പോർട്ടാണ്. അവരാണല്ലോ മെയിൻ സപ്പോർട്ട്. ഫാമിലി അച്ഛനമ്മയൊക്കെ ഉണ്ട്. അമ്മ ഉള്ള വീട്ടിൽ തന്നെയാണ്, ജോലിയൊന്നുമല്ല. അച്ഛൻ പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു 50 വർഷമായിട്ട് അച്ഛൻ തന്നെയാണ് ഈ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഈ സാധനങ്ങളല്ല എന്ന് മാത്രം, ബാക്കി വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ദോശച്ചട്ടകം, കയ്യിലുകൾ ഇല്ല, ആ ഐറ്റംസ്. ഫാമിലി പറഞ്ഞാൽ മക്കൾ 2 ആളുണ്ട്, ഭാര്യ, മകനിപ്പോൾ നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നുണ്ട്. ഒരു 45 ഐറ്റം ഉണ്ട്. ഇതിൽ നമ്മൾ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പികളുണ്ട്, നമ്മുടെ കോൺക്രീറ്റിൻ്റെ കമ്പികൾ, അങ്ങനെയുള്ള കമ്പികൾ. ലീഫാണ് മെയിനായിട്ട്. വെട്ടെത്തി എന്നുള്ള ഐറ്റത്തിനും ലീഫാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തകിട് ഒക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു ഇതിലിങ്ങനെ പോവുകയാണ്. അല്ലാതെ നമ്മളതിന് പ്രത്യേക ക്വാളിറ്റി ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മളത് നമ്മുടേതായ കമ്പനിയുടെ പേരിലൊരു ക്വാളിറ്റി ഉണ്ട്, അതിന് നല്ല രീതിയിൽ പോകുക. അപ്പോൾ നമുക്കതിൽ വിശ്വാസമാണ്, പ്രശ്നമില്ല എന്നുള്ളൊരു. അത് നമ്മളിങ്ങനെ കുറേ ഒരു പ്രൊഡക്റ്റിനെ ഒന്ന് പിന്നാക്കം നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി ഒരു പുതിയ സാധനമായിട്ട് വീണ്ടും വിടും. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ഓർഡറുകൾ കിട്ടും, അതിൽ കുറച്ച് പോകും. അങ്ങനെ പോവുകയാണ്. ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാവില്ല, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. സമയത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം അധ്വാനിക്കുക. അതിൽ തന്നെ അധ്വാനമാണ് നമ്മുടെ വിജയം. നമ്മൾ നേരിട്ട് കമ്പനി നേരിട്ട് കേരളം കൊണ്ട് കേരളത്തിൻ്റെ പുറത്തും ഉണ്ട്. കേരളത്തിൽ നമ്മൾ എല്ലാ ജില്ലകളും 1-2 നമ്മൾ റീറ്റെയിൽ കടകൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ദേവി ഇംപ്ലിമെൻറ്റ്സ്, കൂനത്ര, കവളപ്പാറ പറയും. എൻ്റെ പേര് വിഷ്ണു. ഇത് കൂനത്രയാണ്, ഞങ്ങളുടെ കമ്പനിയാണ്. ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഈ അഗ്രികൾച്ചർ സംഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ പാര ഐറ്റംസാണ്. തേങ്ങാപ്പാര ഒരു 4 ഐറ്റംസ് ഉണ്ട്. അതിന് ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, മംഗലാപുരത്തേക്ക് പോകുന്ന ഐറ്റമാണ്. ഇതാണ് ഏറ്റവും വെയിറ്റ് കൂടിയത്, 3 കിലോൻ്റെ അടുത്ത് വരും. ഇതിന് തൊട്ട് താഴെയുള്ളത് ഇതാണ് നമ്മുടെ കേരളത്തിൽ സാധാരണ പോണത്. പിന്നെ അതിൻ്റെ ഒരു താഴെയുള്ളത് ഇത് 200 വരും തൂക്കം. പിന്നെ ഈ കാണുന്ന മാന്തി, ചൂല് ഐറ്റംസാണ് അടുത്തത്. പിന്നെ ചിരവ ഐറ്റംസ് വേറെ ഉണ്ട്. ചിരവലിൽ നമുക്ക് 4 ഐറ്റം വരുന്നുണ്ട്. മടക്കാൻ പറ്റിയ 2 ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഹൈറ്റ് കൂടിയത്, പിന്നെ ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന 2 ഐറ്റം. അതേപോലെ കുറച്ചധികം ഗാർഡൻ ഐറ്റംസ് ഉണ്ട്. അതിൽ കൈമാന്തികളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ചെറിയ ആവശ്യങ്ങൾക്കുള്ള കൈമാന്തികൾ, പിന്നെ ചെറിയ ചെടികൾക്ക് ആവശ്യമുള്ള ഗാർഡൻ ഐറ്റംസ്, പിന്നെ വലിയ കൈക്കോട്ടുകൾ, അങ്ങനത്തെ ഐറ്റംസ് വേറെ സെപ്പറേറ്റ് ഇതുണ്ട്. ഇത് മെയിനായിട്ട് ഫുള്ളും പൗഡർ കോട്ടിംഗ് ആണ്. പെയിൻറ്റ് അധികം ഉപയോഗിക്കാറില്ല. ഈ കൈക്കോട്ട ഐറ്റംസ് മാത്രമേ പെയിൻറ്റ് ഉപയോഗിക്കാറുള്ളൂ. അത് കറക്റ്റ് സ്ഥലം വരുന്നത് ഷൊർണൂർ കൂനത്രയാണ്, പാലക്കാട് ഡിസ്ട്രിക്ട്, കേരള. ആര്യങ്കാവ് റോഡാണ്, ടൗണിൽ തന്നെയാണ്. ഇത് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ദേവി ഇംപ്ലിമെൻറ്റ്സ് എന്നാണ്. ലയൺ ബ്രാൻഡാണ്.